യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ രേഖ കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് തീരുമാനം. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? വേണു, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പരാതിയിന്മേൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചു എന്നുള്ള കേസാണിപ്പോൾ. അതിന്റെ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് നേരത്തെ മ്യൂസിയം പോലീസ് തന്നെ ആവശ്യപ്പെട്ടതാണ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടുള്ളത്. അതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട്. അതായത് പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുക DIG ജയനാഥ് IPS ആയിരിക്കും. കേസിന്റെ മേൽനോട്ടം ക്രൈംബ്രാഞ്ച് SP ജയശങ്കറിനാണ്. DYSP ജലീൽ തോട്ടത്തിലാണ് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. സംസ്ഥാന വ്യാപകമായി അന്വേഷണം വേണ്ടതിനാൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. ഇതടക്കമുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടും കാസർഗോഡ് അടക്കം അന്വേഷണം, അങ്ങനെ കേരളത്തിന്റെ പല ജില്ലകളിലും അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യം, അതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. നിലവിൽ ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ഫെനി നൈനാൻ, ബിനിൽ ബിനു, അഭിനന്ദ് വിക്രം, വികാസ് കൃഷ്ണ കൂടാതെ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള രാകേഷ് അരവിന്ദ്, ഇത്രയും പേരാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. വേണോ? ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.